ഇതാണ്ട് എൻ്റെ പാവയുടെ തൊപ്പി ഊരിപ്പോന്നു. കുഴപ്പമില്ല, നമുക്ക് കുറച്ച് സെൽഫ് കെയർ ആയാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ കെയർ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. എൻ്റെ ഹെയർ ഭയങ്കര ഡ്രൈ ആയതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ ഹെയറിൽ നല്ലതായിട്ട് എണ്ണ തേച്ചിട്ട് കെട്ട് വെച്ചു. ഇത് ഇടയ്ക്ക് വീക്ക്ലി വൺസ് ചെയ്യുന്ന എൻ്റെ സെൽഫ് കെയർ ആണ് നിങ്ങളെ കാണിക്കുന്നത്. പിന്നെ നല്ലതായിട്ട് വെള്ളം കുടിക്കണം, കാരണം ഇല്ലെങ്കിൽ നല്ല ഡീഹൈഡ്രേഷൻ ഉണ്ടാവും, കുറേ പ്രശ്നം നമുക്കുണ്ടാകുന്നതാണ്. പിന്നെ ഈ ബുക്ക് വായിക്കുന്നത് ഞാൻ എപ്പോഴുള്ള ശീലമല്ല, പക്ഷേ ഈ ബുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും റാം കെയർ ഓഫ് ആനന്ദി. ഇതിൻ്റെ അകത്തെ ചില വരികളൊക്കെ അടിപൊളിയാണ്. പിന്നെ നമ്മൾ മുടിയൊക്കെ കഴുകിയിട്ട് വന്ന ഒരു ഹെയർ മാസ്ക് കൂടെ ഇടാം. അതും നമ്മൾ സ്കാൽപ്പിലിട്ടും ഇടാം, ലെങ്തിൽ മാത്രമേ ഇടാവൂ. അങ്ങനെ ഹെയർ മാസ്ക് ഒക്കെ ഇട്ട് അതും 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യണം. ആ ടൈമിൽ നമുക്ക് കുറച്ച് ബോഡി സ്ക്രബ് ഉണ്ടാക്കാം. നമ്മൾ കുറച്ച് കാപ്പിപ്പൊടി, പഞ്ചാര, പിന്നെ നമ്മുടെ ബോഡി വാഷ്, പിന്നെ കുറച്ച് ഓയിൽ, അത് നല്ലതായിട്ട് വെക്കുമ്പം അത് പിന്നെ നമ്മൾ ബോഡി തേച്ച് വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമുക്കൊരു പതയൊക്കെ വരും. അപ്പോൾ അത് ആ ബോഡി സ്ക്രബ് തേക്കുമ്പോൾ നമുക്ക് ടാൻ കുറയും. അങ്ങനെ കുറേ നല്ല കാര്യങ്ങളുണ്ട്. പിന്നെ മുഖത്ത് തേച്ചുകൂടാ, അത് മറക്കരുത്. എനിക്ക് നല്ല സങ്കടമുള്ളപ്പോഴാണ് ഞാൻ ഈ സെൽഫ് കെയർ ചെയ്യാറ്. അപ്പോൾ എനിക്ക് നല്ല ആശ്വാസം ഉണ്ടാകാറുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. അങ്ങനെ നമ്മൾ കുളിച്ച് കഴിഞ്ഞ് കുറച്ച് എഴുതാനുണ്ട്. ബൈ ഗൈസ്.